نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت أن لا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق صدق الله العلي العظيم. അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹാരഥന്മാരായ ആളുകൾ മുഴുവനുമുള്ള ജന്നാത്തുൽ ഫിർദൗസ്, അവിടെ എത്തിച്ചേരുന്നതിൽ, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം 5 തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ച പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്കറിയാം. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, 5 തൂണുകളിന്മേൽ നിർമ്മിക്കപ്പെട്ട ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഈ 5 തൂണുകളെ കുറിച്ചും പലപ്പോഴും മനുഷ്യകുലം മനസ്സിലാക്കിയിട്ടുള്ളത് അത് നമ്മളങ്ങ് പ്രവർത്തിച്ച് പോയാൽ മതി എന്നതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അതിന് അനുവദിക്കുന്നില്ല. പ്രവാചകത്വ പരമ്പര നിർത്തിവെച്ചുകൊണ്ട് അത് സ്ഥാപിച്ചെടുക്കുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. എന്നിട്ട് അത് സ്ഥാപിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കെട്ടിടം, തൂണുകൾ മാത്രം എന്നത് ഒരു ബിൽഡിംഗ് ആവുമല്ലോ, ഒരു വീടാവുമല്ല, അതിന്റെ മുകളിൽ അതിന്റെ മേൽക്കൂര, ഭരണാധികാരം ഉൾപ്പെടെ അത് സ്ഥാപിച്ചെടുക്കുക, പൂർത്തീകരിക്കുക എന്ന് പറയുന്ന ദൗത്യം ഭൂമുഖത്ത് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കശജറത്തിൻ ത്വയ്യിബ, ഏറ്റവും നല്ല വിശിഷ്ടമായ വൃക്ഷമാണ്, അത് ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും തണലായി മാറും, അവർക്ക് മുഴുവനും അത് അനുഗ്രഹമാക്കി മാറ്റപ്പെടണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ ഇസ്ലാം ആ അർത്ഥത്തിലുള്ള ഭരണക്രമം ഉൾപ്പെടെയുള്ള ഒരു മഹാസംവിധാനമാണ്. ഇത് ഇഖാമത്ത് ചെയ്യുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം.
ആ ദൗത്യം നിർവഹിക്കാത്തവന് ഓട് നമസ്കരിക്കുവാനോ നോമ്പ് നോൽക്കുവാനോ അതേപോലെ സക്കാത്ത് കൊടുക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ തൂണുകളിൽ ഒന്നാമത്തെ തൂണ് ഷഹാദത്തുൽ ഹക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യസാക്ഷ്യം നിർവഹിക്കണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവുകയില്ല. അഷ്ഹദു സാക്ഷ്യം വഹിക്കണം, അതിന് സാക്ഷിയാണ്. അള്ളാഹു ഒഴികെ ഒരു ഇലാഹുമില്ല, ഒരിടത്തും ഒരു കാര്യത്തിലും ഒരു മേഖലയിലും ഒന്നിലും ഒരു സമയത്തുമില്ല. അള്ളാഹു അവൻ മാത്രമാണ് ഇലാഹ്. ഇതിന്റെ സാക്ഷ്യമാണ് എൻ്റെ ജോലി. അത് നിർവഹിക്കുക എന്നതിലേക്ക് ഞാനിതാ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി മുതൽ എൻ്റെ പണി മുഴുവനും ഇതാണ്. അന്ത്യശ്വാസം വരെ നെറ്റിത്തടത്തിൽ വിയർപ്പോടുകൂടി ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കേ എനിക്ക് മരണം. ഇതാണ് ഇസ്ലാം. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ നിരന്തരമുള്ള കർമ്മമാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നതിന് മുമ്പേ തന്നെ അടുത്തത് തുടങ്ങേണ്ടി വരും. അതാണ് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റത് തുടങ്ങിയിരിക്കണം, അടുത്ത പ്രവർത്തനം അതിലേക്ക് പ്രവേശിച്ചിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഇസ്ലാമിക പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഷഹാദത്തുൽ ഹക്ക് എന്ന് പറയുന്നത് നിരന്തരമുള്ള കർമ്മമാണ്. ഇതൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് വെച്ചവനാണ് വിശ്വാസി, തീരുമാനിച്ചവനാണ്. അവന് ഒരടി അങ്ങോട്ട് മുന്നോട്ട് വെച്ചാൽ അള്ളാഹു അവനെ ഏറ്റെടുക്കും. ഇതൊക്കെ ആർക്കാ നടക്കുക, സാധ്യമാണോ എന്ന് ചിന്തിച്ചവനാണ് സത്യനിഷേധി, അല്ലെങ്കിൽ അതാണെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നവനാണ് മുനാഫിഖ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഷഹാദത്തുൽ ഹക്ക് നിരന്തരമുള്ള കർമ്മം. നമസ്കാരമോ എല്ലാ ദിവസവും 5 നേരം ആവർത്തിക്കേണ്ട കർമ്മം നിർബന്ധമായിട്ടും. അത് ഇഖാമത്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, നമസ്കരിക്കാനല്ല പറഞ്ഞില്ല. അഖീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തെ സംസ്ഥാപിക്കണം ഈ ഭൂമുഖത്ത്. അതിന്റെ പണി, അതിന് എന്തൊക്കെ വേണമെന്നൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ പള്ളിയൊക്കെ നടത്തുന്നത്, അതിന് വേണ്ടതൊക്കെ. അതേപോലെ തന്നെ സക്കാത്ത്, അത് സംവിധാനം, അതിന് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന പണിയെടുക്കണം. കൊടുക്കുക എന്നത് അതിന് ശേഷമാണ് വരുന്നത്. അതിന് പ്രേരിപ്പിക്കാത്തവനാണ് ദീനിനെ കളവാക്കിയവൻ. അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അതിന് നിരന്തര കർമ്മനിരതരാവണം. അത് സക്കാത്തി ഫായിലൂൻ എന്നാണ്, സക്കാത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അവൻ അതിന് ബാധ്യസ്ഥനാണ്. അവന്റെ സമ്പത്തിലും സ്വത്തിലും അവന്റെ ശരീരത്തിലും അവന്റെ ആരോഗ്യത്തിലും സമയത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അവകാശമുണ്ട്. ഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറഞ്ഞു. ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവരുടെയും അവകാശം അവന്റെ ആരോഗ്യത്തിലും ചിന്തയിലും ബുദ്ധിയിലും കഴിവിലും അവന്റെ സമ്പത്തിലും അവന്റെ കുടുംബത്തിലും സന്താനങ്ങളിലും ഒക്കെ ഉണ്ട്. അതങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടേ ഇരിക്കണം, അത് നൽകിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നോമ്പ് എന്ന് പറയുന്നത് അത് ആ കൂട്ടായ്മയോടുകൂടി സംസ്ഥാപിക്കപ്പെടണം. ഒറ്റക്ക് പോയിട്ടൊരു നോമ്പ് ഇസ്ലാമിലില്ല. റമദാനിലെ നോമ്പ് അതൊരു കൂട്ടായ്മയാണ്, അത് അന്ന് തന്നെയാണ്. അതിൽ നിന്നൊരു ദിവസം പോലും മാറി നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല കാര്യമില്ല. മാറി നിന്നാൽ കാരണമില്ലാതെ ഒരാളെ ഒരു നോമ്പ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആയുസ് മുഴുവനും നോറ്റാലും ആ കൂട്ടായ്മയിലുള്ള നോമ്പിന് ബദലാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധപൂർവമാണ് അയാൾ മാറിയുന്നതെങ്കിൽ എന്ന് പ്രവാചകൻ പറയുകയുണ്ട്. അത്രയും ഗൗരവത്തോടു കൂടി തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഹജ്ജും എന്ന് പറയുന്നത്. ഹജ്ജ് ഇഖാമത്ത് ചെയ്യണം, അത് നമ്മളുടെ ബാധ്യതയാണ്. നമ്മളിൽ ആദ്യം അത് ഉറപ്പിക്കണം. നമുക്കതിന് സാധിക്കില്ല ഒരിക്കലും, ആരോഗ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മുതൽ കൊണ്ടോ സാധിക്കുകയില്ല എങ്കിൽ പോലും അയാൾ അതിലേക്ക് പ്രവേശിക്കണം, അതിന് ശ്രമിക്കണം. അത്ഭുതങ്ങൾ കാണിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവനൊരു കാര്യം ഇച്ഛിച്ചാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. എനിക്ക് കഴിവില്ലെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന് കഴിവുണ്ട്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനൊരു മാംസകഷ്ണം മാത്രമാണ്, അവൻ ഒന്നുമില്ലെങ്കിലും ആ ഒരു കസേരയിൽ ഇരുന്നിട്ട് അവനെ കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിച്ചു കൊണ്ടുവരാൻ സംവിധാനിക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു അതിനൊക്കെ കഴിവുള്ള. പക്ഷെ അവന്റെ മനസ്സിൽ എന്ത് വേണം? ഹജ്ജ് എന്ന കർമ്മം അവൻ സ്വയം ചെയ്യുകയും അവന്റെ കുടുംബത്തെ അത് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം, സമൂഹത്തെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഏതോ ട്രാവൽസുകൾക്ക് മാറ്റി വിട്ട് നമ്മളങ്ങോട്ട്
അവര് കച്ചവടം ചെയ്യുന്നത് കൊണ്ട് അത് അത്ര പ്രാധാന്യമല്ല, അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഹജ്ജ് ടൂർ പാക്കേജ് എന്നാ പറയാം. നമസ്കാരത്തിന് ടൂർ പാക്കേജ് ഒന്നുമില്ല. അതേപോലെ നോമ്പിനും ഇല്ലെങ്കിൽ ഹജ്ജിനും ഇല്ല ടൂർ പാക്കേജ്. ടൂർ പാക്കേജ് വഴിതെറ്റലാണ്, വഴിതെറ്റിക്കലാണ്. അങ്ങനെ ഒരു ടൂർ അല്ലാഹു, എന്നാൽ എല്ലാം ടൂറാണ്, അതാക്കാൻ പറഞ്ഞു. എല്ലാം സന്തോഷിക്കുന്ന വിധം തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യേണ്ടത്. കച്ചവടവൽക്കരിച്ച് അവര് നൽകിക്കോളും. അവരാ സമയം വരുമ്പോ ഏതോ ഉസ്താദിനെ നിശ്ചയിക്കും, അയാളത് നിർവഹിക്കും. അതേപോലെ സർക്കാർ തലത്തിൽ ഒരു ഹജ്ജ് ഹൗസും ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അങ്ങനെ തീരുന്നതല്ല. ഇത് ഓരോരുത്തന്റെയും മനസ്സിലെ ഹാജത്തായിരിക്കണം. അവിടെ എത്തിയിട്ടേ മരിക്കൂ പടച്ച തമ്പുരാനെ. അത് അങ്ങനെ ഒരുത്തൻ തീരുമാനിച്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പൈസ ഇല്ലെങ്കിലും ഹജ്ജ് അവൻ അല്ലാഹു എത്തിച്ചു കൊടുത്ത ചരിത്രമുണ്ട് ഇസ്ലാമിൽ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് നമ്മളുടെ ഒക്കെ തന്നെ അനുഭവമാണ് ഹാജി സാഹിബ് എന്ന് പറയുന്നത്. VP മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വളാഞ്ചേരി ഇടയൂരക്കാരൻ, അദ്ദേഹത്തെ ഹജ്ജ് സ്വാധീനിച്ചു. ഹജ്ജ് വല്ലാതെ സ്വാധീനിച്ചു അദ്ദേഹത്തിന്. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യണം, അതിന് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ചെയ്യാം വരാമെന്ന് വിചാരിച്ച കാശ് ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? നമുക്കതിന് സാധിച്ചു കൊള്ളണമെന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കിലോമീറ്റർ നാടുകൾ രാജ്യങ്ങൾ താണ്ടി നടന്നു പോയി. ഒറ്റക്കല്ല, കുടുംബത്തെയും കൊണ്ടുപോയി. ഒരു ഒട്ടകമില്ല, ഒരു കുതിരയില്ല, ഒരു വാഹനമില്ല, എന്തിനു പറയുന്നു, ഒരു നല്ല ചെരുപ്പ് പോലും ഇല്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലുകൾ നടന്നിട്ട് പൊള്ളലേറ്റിട്ട് വല്ലാത്തൊരവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും രാജ്യങ്ങളൊക്കെ താണ്ടിയിട്ടാണ് അദ്ദേഹം പട്ടണത്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുന്നത്. ഭാര്യനെയും പിഞ്ചോമനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഹജ്ജ്, ആ കഅബ എനിക്കൊന്ന് സന്ദർശിച്ചുകൂടാ ജീവിതത്തിൽ ഒരിക്കൽ? ഭാര്യനും കുട്ടീനെയും ഒന്നും കൊണ്ടുപോകണ്ടല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ, എന്തുകൊണ്ട് സാധ്യമല്ല? അദ്ദേഹം 2 രൂപയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. ഇത് ആലോചിക്കുമ്പോ, തീരുമാനം എടുക്കുമ്പോ ആ 2 രൂപ മതി. അദ്ദേഹം നടന്ന് ഹജ്ജിന് പോയി. അവസാനം അദ്ദേഹം അവിടെ എത്തി. ഒരുപാട് സംഭവങ്ങളാണ് കേരളത്തിലൊക്കെ അതിന്റെ ചരിത്രം വായിക്കാൻ കിട്ടും. അദ്ദേഹത്തിന്റെ പേരിൽ പുസ്തകം തന്നെയുണ്ട്. ആ പോക്ക് പോയിട്ട് അദ്ദേഹം മക്കയിൽ വെച്ച് കഅബയിലും മദിസരത്തും ഹജ്ജ് വേളയിൽ അദ്ദേഹത്തിന് ഒരാളുടെ പേര് ലഭ്യമായി. ഒരാളുടെ പേര് അവിടെ വെച്ച് അദ്ദേഹം കേട്ടു. അദ്ദേഹം ഒരു പ്രഭാഷണത്തിലൂടെ അദ്ദേഹത്തെ അറിയാൻ സാധിച്ചു. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അതാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ബീജാപം നൽകി അബുൽ അല മൗദൂദിയുടെ പേര് അദ്ദേഹം അവിടുന്ന് കേട്ടു, പഠിച്ചു. ഉടനെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തി അദ്ദേഹം പോയത് ഇങ്ങനെ ഒരു കാലഘട്ടത്തെ വായിച്ചെടുക്കുന്ന, കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ചിന്തകനും അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്, സംഘടിത സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കഅബയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ അദ്ദേഹത്തെ തേടി കൂടെ പോവേണ്ടതുണ്ട്, ഇതിന്റെ തുടർ പ്രവർത്തനം ഞാൻ നടത്തേണ്ടതുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് ഒരുപാട് അസ്വസ്ഥതകൾ, സ്വാതന്ത്ര്യ സമരവുമായി ഭീകരമായ കൊലപാതക കാലഘട്ടമായിരുന്നു. കൊല നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. നാട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളങ്ങനെ ഒറ്റക്ക് പഞ്ചാബിലെ പഠാൻകോട്ടിലേക്കൊന്നും ഒറ്റക്ക് പോവരുത് എന്ന് അദ്ദേഹത്തോട് ശക്തമായി നിരോധിച്ചു. പക്ഷേ അദ്ദേഹം അള്ളാഹു ഉണ്ട് എന്റെ കൂടെ, ഹജ്ജിന് മക്കയിലേക്ക് പോയ ഒരു മനുഷ്യനെ, നടന്ന് ഹജ്ജിന് പോയി നിർവഹിച്ചു വന്ന ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്താൻ, പിന്നീട് അതിനെ പേടിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹം ആ നാട്ടിൽ ആ കാലഘട്ടത്തിലെ നമ്മുടെ ഒക്കെ പൂർവികർ കയ്യിൽ വെച്ചിരുന്നത് പോലെ ഒരു കടാര വാങ്ങി അത് അരയിൽ തിരികൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം നേടി. 2 വർഷത്തോളം പഠാൻകോട്ട് വെച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം നേടി. തിരിച്ചു വന്ന് ഇന്ന് ഇന്ത്യയെ പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, മീഡിയ 1 മാത്രമൊന്നുമല്ല, അതിന് പിന്നില് ഇദ്ദേഹത്തിന്റെ പണിയാ. അൽ ജസീറ പോലെ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ശേഷിയുള്ള പ്രധാനമന്ത്രി പദം ആഭ്യന്തര വകുപ്പ് ഉപയോഗപ്പെടുത്തിയാൽ പോലും ഇന്ത്യക്ക് മഹാസംവിധാനം ഉണ്ടായിട്ടും അതിനെ നിരോധിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അത് വീണ്ടും വരികയാണ്. അതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ലോകം മുഴുവനും അതിനെ പിന്തുണച്ചുകൊണ്ട് ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്ത് വരെ സ്വാധീനിക്കുന്നു എന്ന് എതിരാളികളാ പറയുന്നത്. അവരാണ് മുഴുവൻ തീരുമാനിക്കുന്നത്, അവരാണ് അതിന്റെ പിന്നിൽ എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ഹജ്ജിന് അതിന്റെ പങ്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പേര് ഹാജി സാഹിബ് എന്നാണ്.
അപ്പോ ഹജ്ജ് ചെയ്യേണ്ട വിധം അങ്ങ് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, അത് എവിടെ ഈ കാലഘട്ടത്തിൽ വരെ എവിടെ എത്തിക്കാൻ പറ്റുമെന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തവും കൂടിയാണ് ഈ മഹാരഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നമുക്ക് രക്ഷപ്പെടാനെങ്കിലും, ലോകക്രമത്തെ മുഴുവൻ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും നമുക്കും നമ്മുടെ നാടിനെയും രക്ഷപ്പെടുത്താനെങ്കിലും ഹജ്ജ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഹാജത്തായിട്ട് നമ്മുടെ തലമുറകളിൽ സന്നിവേശിപ്പിക്കുന്ന, അത് ഇഖാമത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കേണ്ടത്. അതിനാദ്യം നമ്മൾ നമ്മുടെ കാര്യം തന്നെ ഒന്ന് തീരുമാനമെടുക്കലാണ്. പൈസ ഉണ്ടായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഏത് കാര്യമാണ് നിങ്ങൾ കാശ് സ്വരൂപിച്ച് വെച്ച് അത് പൂർണ്ണമായി നിങ്ങൾ നേടിയതിനു ശേഷം ചെയ്ത പ്രവർത്തനം വളരെ ചുരുങ്ങിയതായിരിക്കും. അല്ലാതെ ഏതോ ഒരു കാശ് ഇടുത്തി കണക്ക് നമ്മളിലേക്ക് വന്ന് അപ്പൊ ചെയ്യേണ്ട ഒരു കർമ്മമാണോ ഹജ്ജ്? നമസ്കാരത്തോടും അതേപോലെ 5 തൂണുകളോട് ചേർത്ത് വെക്കപ്പെട്ട ഈ കർമ്മം ജീവിതത്തിലെ വലിയൊരു ഹാജത്തായിട്ട് ഞാനും നിങ്ങളും കൊണ്ടു നടക്കണം. ചെയ്തവർക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. അവർ ആ ബാധ്യത ഏറ്റെടുത്ത് വന്നവരാണ്. മക്കയിൽ പോയി ആ ബാധ്യത ഏറ്റെടുത്ത് വന്നവരാണ്. ഇത് ഞാൻ ഇഖാമത്ത് ചെയ്യും, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ കർമ്മങ്ങളെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കുവാനും ഞാൻ ഉണ്ടാവും. നമസ്കാരത്തെ പോലെ തന്നെ, നോമ്പിനെ പോലെ തന്നെ, സക്കാത്തിനെ പോലെ തന്നെ, ഷഹാദത്തുൽ ഹഖ് എന്ന കർമ്മത്തെ പോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് എനിക്ക് അത് ഏതോ ഉള്ള ആരോ കൂട്ടരുടെ കാര്യമല്ല, ഇത് എന്റെ കൂടി ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ ആ കാൽ വെക്കുന്നു ഇതാ ഇന്ന് മുതൽ എന്ന അർത്ഥത്തിൽ ഹജ്ജിലേക്ക് കാൽവെക്കാൻ ചെയ്തവർക്കും അതേപോലെ ചെയ്യാനുള്ളവർക്കും അതേപോലെ മക്കൾ തലമുറക്കൊക്കെ ഇത് കൈമാറുന്ന കാര്യത്തിൽ ചില കാൽവെപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രായോഗികമായി ആ കർമ്മത്തെ ഏറ്റെടുക്കുവാൻ സാധിക്കണം. ഇതാണ് ഇത്. കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യണം. കാശില്ലാത്ത ആളുകൾക്ക് അള്ളാഹു കാശ് നൽകും. അയാൾ ഈ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, വീടില്ലാത്തവർ നമ്മൾ സ്ഥലം വാങ്ങിയല്ലോ. നമുക്ക് സ്ഥലം ഇല്ലാത്ത ആളുകൾ എത്ര വീട് വെച്ചിട്ടുണ്ട്. ഇനി സ്ഥലം പാരമ്പര്യമായിട്ട് സ്ഥലം കിട്ടിയിരുന്നു, വീടില്ലായിരുന്നു, അപ്പൊ അവിടെ വീടുണ്ടായിട്ടില്ലേ? മക്കളെ ജോലിയിലാക്കി കൊടുക്കുവാൻ ലക്ഷങ്ങളല്ല ഇപ്പൊ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാശുമായി പ്രസവിച്ച് വീണിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? എന്തുകൊണ്ട് ആ കൂട്ടത്തിലേക്ക് കാശ് ഇപ്പൊ കൂടുതലാന്ന് പറയുന്ന ആളുകളുണ്ട്. മുമ്പൊക്കെ 1-2 ലക്ഷം ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാമായിരുന്നു. ഇപ്പൊ 6-7 ലക്ഷമാണ്. ഏതിനാ കാശ് കൂടാത്തത്? ഒരു സഹോദരൻ ഒരു പ്രഭാഷണത്തിൽ പറയും, 4 വളയുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കർമ്മമാണ്. 10, 20, 30 വള ഇട്ട് നടന്നിരുന്ന, അല്ലെങ്കിൽ കൊടുത്തിരുന്ന, അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായ ആഭരണങ്ങൾ, പവനുകൾ കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോ എത്ര മതി? അത് ആ അർത്ഥത്തില് സ്ഥലത്തിന് വില കൂടിയിട്ടില്ലേ? ഏതിനാ വില കൂടാത്തത്? ഹജ്ജിന്റെ വില കൂടൽ മാത്രം, ചാർജ് കൂടൽ മാത്രം ഒരു വലിയ ഗൗരവത്തിൽ കണ്ട് അത്ര കാശൊന്നും പൊപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണോ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു മനസ്സ് അവശേഷിക്കുകയാണ് ഞാനും നിങ്ങളും ഇവിടെ നിന്ന് മടങ്ങുന്നത് എങ്കിൽ, മരണത്തിന് വിധേയപ്പെടുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു അതൊരു മുസ്ലിമിന്റെ മരണമല്ല. അള്ളാഹുവിന്റെ റസൂല് തീർത്തു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തും ശരീരവും സമയവും ആരോഗ്യവും ഒന്നിച്ചാവശ്യപ്പെടുന്ന ഒരു മഹാകർമ്മം, അത് ഫർളാണെന്ന ബോധം അത് ഈ സമൂഹത്തിന് തിരിച്ചു നൽകേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആ ബോധത്തെ സ്ഥാപിക്കുന്നതിൽ നമ്മൾ ഒഴിഞ്ഞ കാശുണ്ടാവുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തെ തിരുത്തേണ്ടതുണ്ട്. കാശുണ്ടാക്കി ചെയ്യേണ്ടതാണ് എന്ന അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം കഴിഞ്ഞ് ചെയ്യേണ്ടതാണ് എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ ചില സംഗതികൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാവർക്കും തിരിയും. ഇപ്പൊ മകളെ കെട്ടുപ്രായം എത്തിയിരിക്കുന്നു, അവളെ കല്യാണം നിർബന്ധമാണ്. അതിന് കുറച്ച് എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും അതൊന്ന് നടപ്പാക്കിയതിന് പ്രയോഗവൽക്കരിക്കുക എന്നതൊരു പ്രയാസമാണെങ്കിൽ ആ പ്രയാസം കഴിഞ്ഞിട്ടേ പോകേണ്ടതുള്ളൂ. ഒരു ഇരിക്കക്കൂരയില്ല. വാടക വീട്ടിലൊക്കെ ആണെങ്കിൽ അയാളുടെ പണി, അയാൾ ആ വാടക വീട് സ്വന്തമായ ഒരു വീടിന് സാധ്യമാണ് എങ്കിൽ, ഇപ്പൊ വാടക വീട് വേണ്ടെന്ന് വെച്ചൊരു സമൂഹം കുറെ ഉണ്ട്. ഞാനിപ്പോ വലിയ ലക്ഷങ്ങളുള്ള ആൾ എന്തിനാ വീട് നഷ്ടമാണെന്നാ പറയുന്നത്. വീടിന് വാടകക്ക് വാങ്ങിയാൽ അതാണ് ലാഭം. നിങ്ങൾ എന്ത് ഈ വീട് വാങ്ങുന്നതിന് കൂടെ എത്ര കാശാണ് നമ്മൾ അതിന് മുടക്കിയിടുന്നത്? ആ കാശ് കൊണ്ട് വേറെ പരിപാടി ചെയ്തിട്ട് നമ്മൾ വാടക എവിടെയും വേണമെങ്കിൽ നമുക്ക് താമസിക്കാമെന്ന് പറയുന്നത് അവരെ കുറിച്ചല്ല പറയുന്നത്. വീട്, സ്വന്തം വീട്, ഒരു ഇരിക്കക്കൂര ഇല്ല, അത് ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുവാദമുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലും ഭൂമിയായിട്ട് എവിടെയും കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറമ്പായിട്ട് എവിടെയും കിടക്കുന്നുണ്ട്, അക്കൗണ്ടായിട്ട് എവിടെയും കിടക്കുന്നുണ്ടെങ്കിൽ ഹജ്ജ് ഫർളായി.
അയാൾ ആ ഭൂമി വിൽക്കണം. ഭൂമി വിറ്റിട്ട് അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യണം. ജ്യേഷ്ഠന്മാരെയും മക്കളെയും കാണാനുള്ള പോക്കല്ല ഹജ്ജ്. അങ്ങനെ ഒരു ഉദ്ദേശം കടന്നു വരാണ്ടിരിക്കാൻ നോക്കണം. ഹജ്ജിൽ നിന്ന് തന്നെ രൂപപ്പെടണം. അതൊരു ഹാജ്, അതാണ് അങ്ങനെ പ്രയോഗം തന്നെ നടത്താൻ. അത് ഹജ്ജിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഹാജരായിരിക്കും. അറഫയിൽ ഞാൻ എത്തിയിരിക്കും. അൽ ഹജ്ജു അറഫ എന്ന് പറയുന്നത് ഉംറ ചെയ്താൽ തന്നെ മതി എന്ന് പറയുന്ന കുറെ ആളുകൾ, പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ നിവൃത്തിയില്ലാത്തവനോടാ പറഞ്ഞിരിക്കുന്നത്. ഉംറ ചെയ്തിട്ട് പിന്നെ ഹജ്ജിന് പോകാൻ വഴിയില്ലാത്തവൻ അത് അള്ളാഹ് കബൂൽ ചെയ്തേക്കും. പക്ഷെ ഹജ്ജ് തന്നെയാണ്. അതുകൊണ്ടാണ് അൽ ഹജ്ജ് കഅബ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്, അറഫയാണ്. അത് അന്ന് തന്നെ പോകണം. തലേ ദിവസം പോയിട്ട് കാര്യമില്ല, അതിന് പിറ്റേന്ന് പോയിട്ട് കാര്യമില്ല. അവിടെ നേരെ ഇരിട്ടാൽ അവിടെ നിൽക്കാനും പറ്റൂല. അവിടെ നമ്മുടെ അടുത്തേക്ക് പോകണം. അത് ആ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് സ്വന്തം തിരിച്ചറിഞ്ഞ മനുഷ്യന്മാരെ ആ തിരിച്ചറിവ് യാഥാർത്ഥ്യമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു വിളിയാണ്. ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അത് എല്ലാം കഴിഞ്ഞ് എന്ന് വെക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എല്ലാത്തിനോടും ഒപ്പം തന്നെ ഷഹാദത്തുൽ ഹക്കിനോടൊപ്പം തന്നെ നമസ്കാരം ബാധകമാണ് എങ്കിൽ ആയുസ്സിലൊരിക്കൽ ആ വിളിക്ക് ഉത്തരം ചെയ്യുക എന്നത് കുറച്ച് കടുത്ത പണിയായതുകൊണ്ടാണ് ഒരായുസ്സിൽ 1 മതി എന്ന് വെച്ചത്. 1 മതിയല്ലോ അത്. നമസ്കാരമൊക്കെ 5 നേരം വേണം. നോമ്പ് എല്ലാ കൊല്ലും വന്നുകൊണ്ടിരിക്കുന്ന, സക്കാത്താണെങ്കിൽ എല്ലാ മാസം ചിലപ്പോൾ വന്നേക്കും. അങ്ങനെ വരുന്ന കർമ്മമാണ്. പക്ഷെ ഇത് ആയുസ്സിലൊരിക്കൽ മതി. ആയുസ്സിലൊരിക്കൽ മതി എന്ന് പറയുന്ന കർമ്മം ഗൗരവം കൂടി. ആയുസ്സിലൊരിക്കൽ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ അള്ളാനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നതിന്റെ ഗൗരവം കൂടുകയാണ്. അതുകൊണ്ട് ആയുസ്സിലൊരിക്കൽ, അതുകൊണ്ട് ആ പ്രായം ചെന്ന ആളുകളല്ല, കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. നമസ്കാരം പറയുന്നതോടൊപ്പം തന്നെ ഹജ്ജും ഇസ്ലാമിന്റെ സ്തംഭങ്ങളുടെ കൂട്ടത്തിൽ റബ്ബിന്റെ ഭവനത്തിൽ പോകണം. നീ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മക്കളോട് ഇടയ്ക്കിടെ നമുക്ക് ചോദിക്കാം. നമുക്ക് ഒന്നിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഇത് ഇസ്തജിബിലെക്കുന്ന ഖുർആനിലുണ്ട്. ചോദിച്ചോ, ഞാൻ തരാം എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ഒരു ഹാജത്തായിട്ട് മക്കളുടെ മനസ്സിൽ അത് രൂപപ്പെടുത്തിയെടുക്കുവാനും മാത്രമല്ല, ഒരു 5000 അല്ലെങ്കിൽ എത്രയോ ശമ്പളം കിട്ടുന്ന ആൾ 1000 രൂപ വെച്ച് മാറ്റി വെച്ചാൽ തന്നെ കഅബയിൽ അണയാൻ ഒരു 60,000 70,000 ഉണ്ടെങ്കിൽ കഅബയിൽ പോയി അണയാൻ പറ്റും. അതായത് അത്രയേ ഉള്ളൂ ആ സംഖ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1,00,000 താഴെയാണ് ഇപ്പോഴും. അങ്ങനെ കഅബയിൽ ചെന്ന് അണഞ്ഞ് അവിടെ ചോദിച്ചാൽ കിട്ടാത്ത ഉത്തരം ഉണ്ടാവുകയില്ല. ഇനി അഥവാ അവിടെ ചോദിച്ചിട്ടും അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് മതി. അവന് ഹജ്ജ് ചെയ്തവൻ തന്നെയാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹജ്ജ് ചെയ്തവനായി മാറും. അതുകൊണ്ട് അവിടെ അണഞ്ഞിട്ട് ചോദിക്കണം ഹജ്ജ്. അതാണ് ഉംറ എന്ന് പറയുന്നത്. കുറെ ആളുകൾ കാശുണ്ടാക്കുന്നുണ്ട് എന്ന് കരുതിയത് ഈ ഒരു സംഗതി അതിന്റെ നിലവാരമില്ലാത്തൊരു സംഗതിയായിട്ടല്ല. അത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതെന്റെ നാഥന്റെ വിളിയാണ്. മരിക്കുന്നതിന് മുമ്പ് 3ാമത്തെ കഫൻ പുടവയിൽ എന്നെ പൊതിയുന്നതിന് മുമ്പ് 2 കഫൻ പുടവ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ എടുത്തണിയുന്ന ഒരു മഹാ കർമ്മമാണ് ഹജ്ജും ഉംറയും. അത് ഞാനും എന്റെ മക്കളും കുടുംബവും ഞാനുമായി ബന്ധപ്പെട്ടവരും അത് എടുത്തണിഞ്ഞിട്ടേ അവർ 3ാമത്തെ കഫൻ പുട അണിയിക്കപ്പെടുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജും ഉംറയും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത് കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ഫർളാക്കിയിരിക്കുന്നു അൽ ഹജ്ജ്, ഹജ്ജ്. ഫഹജ്ജു, അത് ചെയ്യുവിൻ, അത് നിങ്ങൾ ചെയ്യുവിൻ. ഹജ്ജ് നിങ്ങളുടെ മേൽ ഫർളാക്കപ്പെട്ടതാണ്, അതുകൊണ്ട് അത് ചെയ്യുവിൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് ഹജ്ജ്. കാരണം മരണം നിങ്ങളെ അവിചാരിതമായി പിടികൂടും. ഒരുപാട് ആളുകൾ അങ്ങനെയാ, വിചാരിക്കാതെയാണ് മരണം പിടികൂടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും വന്നുപെടാവുന്ന ഈ ഒരു അവസ്ഥ, അതിന്റെ മുമ്പ് നിങ്ങൾ എത്തിപ്പെടേണ്ട അടുത്ത് എത്തി കാര്യം നേടിയിരിക്കണം. ശാശ്വതമായ ലോകം, ഈ 100 കൊല്ലത്തെ ഇടപാടിനെ കെട്ടിത്തിരിഞ്ഞ് അവസാനം ഒരിക്കലും ഒരു 100,000 കോടി കൊല്ലമല്ല. അതാണ് സ്വർഗം. സ്വർഗനരകം പറയാത്ത ഒരു മതവും വന്നിട്ടില്ല. ഈ സ്വർഗം നഗ്ന നേത്രങ്ങളെ കൊണ്ട് റസൂല് കണ്ട് വന്നറിയിച്ചതാണ് നമ്മളെ. അതുകൊണ്ട് ആ നരകം അത് നഷ്ടപ്പെട്ടാൽ, സ്വർഗം നഷ്ടപ്പെട്ടാൽ പിന്നീട് നരകം വരും. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ കെട്ടിത്തിരിച്ചിലിനിടയിൽ ശാശ്വതമായ ലോകത്തേക്കുള്ള ആ വിളിക്ക് ഉത്തരം ചെയ്യേണ്ട ഭൂമിയിൽ വെച്ച് തന്നെ ആരോഗ്യത്തോടു കൂടി തന്നെ ചെയ്യേണ്ട ഉത്തരം വിട്ടുപോകരുത്.
ഇതൊരാള് ഹജ്ജിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള കുത്തുബായിരിക്കും. എല്ലാരും കൂടെ അള്ളാഹ്ക്ക് ചില വിളി വന്നാൽ, ചില ആളുകൾക്ക് ചില വിളി കൊടുക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് കുത്തുബ നടത്തൊന്നുമില്ല. അത് എനിക്കാവണേ ചെയ്തവൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ട് അതിന്റെ കുട്ടികളെയും കുടുംബത്തെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ചെയ്യാത്തവൻ എന്ത് ചെയ്യേണ്ടതുണ്ട് അത് ഇന്ന് തീരുമാനിച്ചു, ഇതാ ഞാനിത് അപ്പൊ തന്നെ തീരുമാനിച്ചു എന്ന് വെക്കാൻ അവന് അത് ഞാൻ പറയുന്നതല്ല. നിങ്ങളൊരു കാര്യം അള്ളാഹുവിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ചു, ഞാൻ കേട്ടതാണോ സത്യമാണോ കേട്ടത് എങ്കിൽ ഞാൻ അനുസരിച്ചു. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. ആമന റസൂൽ എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. സമഅനാ വ അതഅനാ. അതാണ്. അതുകൊണ്ടാണ് റസൂൽ വിശ്വാസിയോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അഅ്മാലു അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഈമാനും ബില്ലാഹി വ ബിറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക എന്നതാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹും റസൂലും പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നാ. അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കലാണ്. അത് കേൾക്കേണ്ട, പിന്നെ അവന് പിന്നീട് വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് അത് തന്നെയാണ്. അള്ളാഹും റസൂലും സംഭവം തന്നെയാണ് എന്ന് ബോധ്യപ്പെടലാണ് എന്ന് പറഞ്ഞു. പിന്നീട് ചോദിക്കപ്പെട്ടു, പിന്നീട് എന്താണ് പ്രവാചകരെ, ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചു. ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഷഹാദത്തുൽ ഹഖാണത്. ഈ ദീനിന്റെ മാർഗത്തിന് വേണ്ടി രാപ്പകൽ പണിയെടുക്കുക എന്നതാണ് ഷഹാദത്തുൽ ഹഖ് എന്നതാണ്. പ്രവാചക ദൗത്യ നിർവഹണമാണ് അതിൽ പിന്നീട് അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ഖീല, ചോദിക്കപ്പെട്ടു, സുമ്മമാത, പിന്നീട് എന്താണ് പ്രവാചകരെ എന്ന് ചോദിക്കപ്പെട്ടു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മ അൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജാണ്, മബ്റൂറായ ഹജ്ജ് ചെയ്യലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത്രത്തോളം ഈമാനും ഇസ്ലാമി ഷഹാദത്തുലൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവതരിപ്പിച്ച ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യകുലത്തിന്റെ നേതാവാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് വിളിച്ച വിളി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അത് നിർണയിച്ചു കൊടുത്ത രംഗം നിങ്ങൾ ഓർക്കണം. ആരെങ്കിലും വിളിച്ച വിളിയല്ല. വല്ല ബിസിനസിന്റെ കാര്യത്തിൽ ഒരു സുഹൃത്ത് ഇപ്പൊ ദുബൈയിൽ എത്തണം എന്ന് പറഞ്ഞാൽ അതിന് കാശില്ല, വിസ ഇല്ല എന്നൊന്നും പറയില്ല. ബിസിനസ്സാണ് കിട്ടാനുണ്ടെങ്കിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അക്കാശ് ഉണ്ടാവുമല്ലോ. എന്നാൽ അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ വിളിച്ചത് അല്ല ഇത്. ഇതൊരു വല്ലാത്ത വിളിയാണ്. എല്ലാ ബിസിനസ്സുകളുടെയും അധിപൻ, എല്ലാത്തിന്റെയും ഉടമസ്ഥന്റെ വിളി, അത് നിർണയിച്ച രംഗം നിങ്ങളൊന്ന് ഓർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ 26, 27 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വഇദ് വബ്ബഅനാ ഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅൻ വതഹ്ഹിർ ബൈതി ലിത്വാഇഫീന വൽഖായിമീന വറുക്അസ് സുജൂദ്. ഇബ്രാഹീമിന് നാം ഈ കഅബയുടെ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം. അതോടൊപ്പം നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, യാതൊന്നിനെയും എന്നെ പങ്കാളികളാക്കരുത്. അതാണ് അള്ളാഹുലും അവന്റെ റസൂലും വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ശിർക്കുന്നൊക്കെ എല്ലാ ശിർക്കൊന്നും അവൻ എന്ത് ചെയ്യും? അവൻ മോചിതനായി മാറും. യഥാർത്ഥ വിശ്വാസി കേട്ടോ, യഥാർത്ഥ വിശ്വാസി. അതായത് മനസ്സിലാക്കി കാര്യങ്ങൾ കൽബിലുറപ്പിച്ച് നാവ് കൊണ്ട് അത് പ്രഖ്യാപിച്ച് അത് നിരന്തരം അത് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളെ കുറിച്ച് അയാൾക്കത് തിരിയും. അതാണ് കൽബിൽ ഉറക്കണം. കൽബിൽ ഉറക്കാത്ത കുറെ ആളുകൾ അവരെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ മദ്രസയിലും ദർസിലൊക്കെ നമ്മൾ ഓതിയതാണ്, അത് യാഥാർത്ഥ്യമാണ്. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കൽബിൽ ആദ്യം കൊണ്ട് ബോധ്യപ്പെടണം എന്താണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോ ആ അർത്ഥത്തിൽ യാതൊന്നിനെയും എന്റെ പങ്കാളികളാക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലബ്ബൈക ലാ ശരീക ലക എന്ന് പറയുന്ന അതാണ്. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും പിന്നീടാണ് ആ ശിർക്കിന്ന് ഒഴിവായിട്ട് പ്രദക്ഷിണത്തിന് പ്രസക്തിയുള്ളൂ, കഅബ തവാഫിന് പ്രസക്തിയുള്ളൂ. അതാണ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും നിൽക്കുന്നവർക്കും നമിക്കുന്നവർക്കും പ്രണമിക്കുന്നവർക്കുമായി സാഷ്ടാംഗ പ്രണാമത്തിൽ ഏർപ്പെടുന്നവർക്കുമായി എന്റെ ഈ മന്ദിരത്തെ ശുദ്ധീകരിച്ചു വെക്കുക. ഇബ്രാഹിമേ, നീ പണി ചെയ്യുകയും എന്നിട്ട് നീ എന്ത് ചെയ്യണം? അതുണ്ടാക്കി അത് ശരിപ്പെടുത്തിയതിനു ശേഷം നിന്റെ പണി എന്താണ്? തീർത്ഥാടനം ചെയ്യുവാൻ, അവിടേക്ക് നടന്നു വരുവാൻ ജനങ്ങളിൽ പൊതുവിളംബരം. ജനങ്ങളിലാട്ടോ, മുസ്ലിങ്ങളിൽ മാത്രമൊന്നുമല്ല. ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഇത് ഭീകരവാദമാണെങ്കിൽ തിരുത്തി മനസ്സിലാക്കി കൊടുക്കേണ്ടതാ. ഹജ്ജിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറയാൻ സാധിക്കണം. ഹിക്മത്ത് വേണം. പറയുമ്പോൾ ഹിക്മത്ത് വേണം. പാർലമെന്റിൽ പറയുമ്പോൾ അതിന്റെ സ്വരത്തിലേ പറയാൻ പാടുള്ളൂ. നിയമസഭയിൽ പറയുമ്പോൾ അതിന്റെ ഒരു സ്വരം സൂക്ഷിക്കേണ്ടതുണ്ട്. അത് പഞ്ചായത്തിലും വാർഡിലും ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു നിലപാട് കിതാബ് വൽ ഹിക്മത്തോടു കൂടി. റസൂൽ ഇത് പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ തന്നെയാ പറഞ്ഞത്.
അവിടെ തന്നെ ആദ്യം പോയി പറഞ്ഞത്. അതുകൊണ്ടാണ് നബീബനാമർ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്കാ ഇത് കേട്ടപ്പോ ഓടിക്കയറിയിട്ട് അവിടെ ചെന്നാ പറഞ്ഞത്, നിന്റെതല്ല ആധിപത്യം, നിനക്കല്ല ആധിപത്യം, ഞങ്ങൾക്ക് ഇതാ റസൂല് വന്നിരിക്കുന്നു, നിന്റെ ഒക്കെ അധിപനായ ഒരുത്തനുണ്ട്. അതാണ് ഫറോവയോട് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത്, നമ്രൂദിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. അതാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ നിങ്ങൾ വിളംബരം ചെയ്യണം. മൊത്തം ജനങ്ങളിൽ ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? വിളംബരം ചെയ്യുക. ദൂരദിക്കുകളിൽ നിന്നൊക്കെയും കാൽനടക്കാരായും ഒട്ടകങ്ങളിൽ സവാരി ചെയ്തുകൊണ്ടും മറ്റു വിധത്തിൽ വിമാനം കയറിയിട്ടാവാം, പലതുമാവാം, പല വിധത്തിൽ മറ്റുള്ള വിധങ്ങളിലും അവർ താങ്കളുടെ അടുക്കൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതാണ് മഖാം ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞു. ഇബ്രാഹിമിന്റെ പാദങ്ങളിൽ അവിടെ അടയാളം വെച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞു. നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നിന്റെ കാലടിപ്പാടുകളിൽ വന്ന് അവരെന്ത് ചെയ്യും? അവരവിടെ അള്ളാഹുവിന് സുജൂദ് ചെയ്യും. നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടുള്ള സുജൂദ് അവരുടെ അർപ്പിക്കും, എത്തിച്ചേരുന്നതാണ് എന്ന് മാത്രമല്ല ആഹ്വാനം മുഴുവൻ ജനങ്ങളോടുമാണ്. അതുകൊണ്ട് നമുക്ക് പണിയില്ലേ? അപ്പോ ഹജ്ജിന്റെ കാര്യത്തിൽ നമുക്ക് പണിയില്ലേ? ഉണ്ട്, നമുക്കൊരുപാട് പണിയുണ്ട്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ജനങ്ങൾക്ക് ഇത് അറിയണം, അറിയിച്ചു കൊടുക്കണം. അത് വല്ലാത്തൊരു ലോകമാണ്, ഭൂമിയിൽ എവിടെയും സമാനതയില്ലാത്തൊരു ലോകം, ചോദിച്ചാൽ കിട്ടുന്ന. അവിടെ വമൻ ദഖലഹു കാന ആമിന, ആരതിൽ പ്രവേശിച്ചു അവൻ നിർഭയനായി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഭൂമിയിൽ ഏക സ്ഥലം. പിന്നെ അവന് പേടിക്കാൻ എവിടെയില്ല. ആ പ്രവേശിക്കേണ്ട വിധം എങ്ങനെയാണ് അവർ പ്രവേശിക്കേണ്ടതെന്ന് തൊട്ടടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുമ്മൽ യഖുലു സഖസഹും വൽയൂഫൂ നുദൂറഹും വൽയതവഫൂ ബിൽ ബൈത്തിൽ ലതീ. അനന്തരം അവർ തങ്ങളുടെ അഴുക്കുകൾ ദൂരീകരിക്കട്ടെ, നേർച്ചകള്, ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കട്ടെ. അതാണ് ഷഹാദത്തുൽ ഹഖ് എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതാണെന്ന് പറഞ്ഞല്ലോ. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവട്ടെ. അനന്തരം അവർ ഇതൊക്കെ ചെയ്തുകൊണ്ട് അവർ പുണ്യപുരാതന മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ്. അപ്പോ അതിന്റെ തർത്തീബ് നോക്കണം. അഴുക്കുകൾ ദൂരീകരിക്കണം, ഷിർക്കിൽ നിന്നുൾപ്പെടെ വിമോചിതനായി മാറണം. അതേപോലെ തന്നെ ബാധ്യതകൾ നിർവഹിക്കണം. ബാധ്യതകൾ മക്കളോടും ഉമ്മാനോടും കുടുംബത്തോടൊക്കെ ഉള്ള ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കുകയും നേർച്ചകൾ നിറവേറ്റട്ടെ എന്ന് പറഞ്ഞാൽ അതാണ്. പല നേർച്ചകളുണ്ട്, പല ബാധ്യതകളുണ്ട്, ആ അമാനത്തുകളുണ്ട്, അത് നിർവഹിക്കട്ടെ. എന്നിട്ട് അവർ അതോടൊപ്പം പുണ്യപുരാതന മന്ദിരത്തെ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതീവ ഗൗരവമുള്ള ഒരു വിളിയാണ് ഈ വിളി. ആ വിളിക്ക് കൃത്യമായി ഉത്തരം ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീല, ആ മന്ദിരത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ശ്രമം നടത്തി എത്തിച്ചേരാൻ കഴിവുള്ളവർ അവിടെ തന്നെ തീർത്ഥാടനം ചെയ്യുക, അവിടെ എത്തിച്ചേരുക എന്നത് മനുഷ്യർക്ക് അല്ലാഹുവോടുള്ള കടമയാണ്, ബാധ്യതയാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ വലിയ നഷ്ടം അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹുവിന് അവനെ തിരിഞ്ഞു നോക്കില്ല, അള്ളാഹുവിന് തിരിഞ്ഞു നോക്കാത്തവനാണ്. നമുക്കും അങ്ങനെയല്ലോ. മക്കളെ കൂട്ടത്തില് നൂഹ് നബി അലൈഹി സ്വലാം അവസാന നിമിഷം വരെ ശ്രമം നടത്തി മകന് വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രമം പോലും അള്ളാഹു അംഗീകരിച്ചില്ല. അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കാത്ത മകനായതുകൊണ്ട് നിന്നിൽപ്പെട്ടവനല്ല എന്നവൻ. അതുകൊണ്ട് അവന്റെ കാര്യം ഇനി നീ സംസാരിച്ചു പോകരുത്. അവന് വേണ്ടി നൂഹ് നബി മരിക്കുന്നില്ലല്ലോ, കപ്പലിൽ വിമോചിപ്പിക്കാണ്. കാലശേഷം പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ മക്കൾക്ക് വരുത്തരുത്. അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട് എന്റെ മക്കൾ, എന്റെ കുടുംബം, അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ എന്ന ഒരു ബോധം അത് പകരാനാണ് നമുക്ക്. അതാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്നത്. അതാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കടമയാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ വലിയ്യുൻ മിനൽ ആലമീൻ. കുഫറാണ് എന്ന് പറഞ്ഞത്. ഈ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുന്നില്ല എങ്കിൽ വമൻ കഫറ, ആരെങ്കിലും കാഫിർ ആവാനാണ് പദ്ധതിയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാണ്, എടോ നിന്നെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയും ഒരു കാലത്തും ഒരു മേഖലയിലും ഇല്ലാത്തവനാണ് ആര്? റബ്ബുൽ ആലമീനായ തമ്പുരാൻ. നിന്റെ ഒരു സേവം വേണ്ടടോ, ഒരു ശ്രമം പോലും നടത്താത്തവൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തവക്കലാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ പണമല്ല, അതിന്റെ മാനദണ്ഡം എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഉദവിയാണ്, അള്ളാഹുവിന്റെ ഇതിനാണ് ഈ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും. അത് കഴിഞ്ഞ് അത് ചെറുപ്പത്തിലെ കൊച്ചുനാളിലെ അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ പിന്നെ അത് ഉത്തരം ചെയ്യാതെ അവൻ മരിപ്പിക്കുകയില്ല. മാത്രമല്ല അഥവാ അവൻ മരിച്ചുപോയാലും ഉത്തരം ചെയ്തവന്റെ തസ്തികയിലേക്ക്, ദറജയിലേക്ക് അവൻ ഉയർത്തപ്പെടും. അല്ലാതെ ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ പോയി കഴിഞ്ഞാൽ റസൂൽ സാഹിബ് പറഞ്ഞു, ഹജ്ജ് ഉദ്ദേശിച്ചവൻ പെട്ടെന്ന് ചെയ്യണം. ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞു പെട്ടെന്നത് ചെയ്യണം. കാരണം ചിലപ്പോൾ അവൻ രോഗിയായി തീരും.
പെട്ടെന്നാണ് റിസൾട്ട് വരുന്നത്. പിന്നെ ആലോചിക്കാൻ പോലും പറ്റാതെ കണ്ണൊക്കെ കുഴിയിലേക്ക് പോയി വല്ലാത്തൊരു അസ്ഥിപഞ്ജരമായി ചിന്ത തന്നെ മാറിപ്പോയി. പിന്നെന്താ ഹജ്ജ്, ഇതിന്റെ ട്രീറ്റ്മെന്റും ഇതോ ഒപ്പിക്കലും കുടുംബത്തെ അതിനെ മറികടക്കലും മകനെ ചുമതലകൾ ഏൽപ്പിക്കലും ഒക്കെയാണ് പിന്നീട് ഉണ്ടാവുക. ചിന്ത തന്നെ മാറിപ്പോയി. കാരണം ചിലപ്പോൾ അവൻ രോഗിയായി തീരും, ചിലപ്പോൾ അവന്റെ വാഹനം നഷ്ടപ്പെടും, യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവന് വന്ന് ഇടുത്തി കണക്കെ അവന് പതിക്കും. ചിലപ്പോൾ മറ്റു വല്ല ആവശ്യങ്ങളും ഇതിനേക്കാളും വലുതായി വരും. ഇപ്പൊ ഒന്ന് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പൊ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റാത്ത വല്ല ആവശ്യവും മകന്റെ രോഗമാവാം, മക്കളുടെ രോഗമാവാം, അത് വലിയ കാശിന്റെ ഇടപെടൽ, വീടും പറമ്പും വരെ വിൽക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടത്തി നിങ്ങൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി. ഉമർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചാൽ സാധിക്കുമായിരുന്നിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അവർ മുസ്ലിങ്ങളല്ല, അവർ മുസ്ലിങ്ങളേ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. ഹജ്ജിന് കഴിയുമായിരുന്നിട്ടും അയാൾ ശ്രമിച്ചാൽ അത് സാധിക്കും. പല പറമ്പും വീടും ഒക്കെ വിറ്റിട്ട് കുറേ കാലം പണിയെടുത്താലെങ്കിലും അവസാനം ഒരു ഹജ്ജിന് പോകാൻ പറ്റും എന്നുണ്ടായിട്ടും അതിന്റെ ശ്രമം നടത്തി അത് വിജയിപ്പിക്കാത്തവൻ അത് ഉപേക്ഷിച്ചവരിൽപ്പെട്ടവരാണ്. അവൻ പിന്നീട് അവന്റെ മരണം ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിച്ചു കൊള്ളട്ടെ. ഒരു മുസ്ലിമായിട്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത ലബ്ബൈക പറഞ്ഞ ഒരു മുസ്ലിമായിട്ട് മരിക്കാൻ അവൻ എന്ത് ചെയ്യേണ്ടതില്ല, അവൻ അങ്ങനെ സംഭവിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. കാരണം വിശുദ്ധനാവാനുള്ള വിളി അള്ളാഹുവിന്റെ വിളിയാണ്. മൻ അതാ ഹാദൽ ബൈത ഫലം യർഫുസു വലം യഫ്സുഖു റജാ കമാ വലദതുഹു ഉമ്മഹു. ആരെങ്കിലും ഈ ഭവനത്തിൽ വന്ന് അള്ളാഹുവിന്റെ വിളിക്ക് മഖ്ബൂലും മബ്റൂറുമായി സ്വീകാര്യമായ പുണ്യകരവുമായ ഹജ്ജോ ഉംറയോ ഒക്കെ നിർവഹിക്കുന്നുവെങ്കിൽ നീചവും കുറ്റകരമായ, അതായത് ഷിർക്കിൽ നിന്ന് ഒഴിവായവനാണ് എങ്കിൽ അവനെ മറ്റ് പിന്നീട് അതിലേക്ക് പെടാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഷിർക്ക് അല്ലാഹു പുറത്തുകൊടുക്കൂല. അത് എല്ലാ മേഖലയിലും ഉണ്ടോ ഷിർക്ക്? ആരാധന മേഖലയിൽ മാത്രമാണ് ഷിർക്ക് എന്നുള്ള ധാരണ പൊളിച്ചെഴുതണം. അതിനേക്കാളും വലിയ ഷിർക്കാണ് ആധിപത്യ മേഖലയിൽ. അത് ഇയ്യാക്കന അബ്ദു അബ്ദിയത്തിൽ, ഇയ്യാക്കന സ്തിയാദത്ത് പിന്നീടാണ്. അബ്ദിയത്തിൽ ഷിർക്കുണ്ടെങ്കിൽ അത് ഏത് ഒരുത്തന്റെ കൂടെ ആവാം, ഏത് സഭയിൽ മുമ്പേക്കാത്ത് നടക്കുന്നവന്റെ കൂടെയും പോവാം, അവനൊക്കെ വോട്ട് ചെയ്യാം, അവനൊക്കെ വിജയിപ്പിക്കാം. മറ്റതൊന്നും ഇപ്പൊ ഇന്ത്യയിൽ പറയാൻ പാടില്ല എന്നതാണ് എങ്കിൽ ഇസ്ലാമിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല, ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല. പ്രവാചക വിരുദ്ധമാണത്. പിന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് വല്ല പ്രസക്തിയുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഹലാലാക്കിയതാണ് ഹലാല്, അള്ളാഹു ഹറാമാക്കിയത് ഏത് സാഹചര്യമാണെങ്കിലും എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും അത് ഹറാമ് തന്നെയാണ്. അതിനോട് നീ പുലർത്തേണ്ട ഒരു ഹലാല് ഹറാമുകൾ അംഗീകരിക്കാത്തവൻ പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ വിളിച്ചത് കൊണ്ട് ഫലമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവൻ കുറ്റകരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മാതാവ് പ്രസവിച്ച ദിവസത്തിൽ എന്ന പോലെ വിശുദ്ധനായിട്ടാണ് അവൻ എത്തിപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി പ്രതികരിക്കുവാനുള്ള കഴിവും തൗഫീഖും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹു ലി വ ലക്കും. അൽഹംദുലില്ലാഹ്.